ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 8 നടപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് അംഗീകാരമായി. ദേശീയപാത അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതി കടന്നുപോകുന്ന മേഖലയിലെ നാട്ടുകാർ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് പദ്ധതി അംഗീകാരത്തോടെ യാഥാർത്ഥ്യമാകുന്നത്. കാപ്പിരിക്കാട്, തളിക്കുളം, കൊടുങ്ങല്ലൂർ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 8 നടപ്പാലങ്ങൾ നിർമ്മിക്കുക. 12.99 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത്. മന്നളംകുന്ന്, എടക്കഴിയൂർ, മണത്തല, പൊക്കുളങ്ങര, നാട്ടിക സെന്റർ, വലപ്പാട് ഹൈസ്കൂൾ, കൊപ്രക്കളം, പള്ളിനട എന്നിവിടങ്ങളിലായാണ് 8 നടപ്പാലങ്ങൾ നിർമ്മിക്കുക. ദേശീയപാത വികസനത്തെ തുടർന്ന് കാൽനട യാത്രികർ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് ബന്ധപ്പെട്ട പദ്ധതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 1 മാസത്തിനകം പൂർത്തിയാകുന്നതോടെ നിർമ്മാണത്തിന് തുടക്കമാകുമെന്ന് ഗീതാഗോപി MLA അറിയിച്ചു. ഇതിനു മുന്നോടിയായി പദ്ധതിയുടെ വിശദമായ എസ്റ്റിമേറ്റിനും രൂപരേഖയ്ക്കും അന്തിമ അംഗീകാരവും ലഭ്യമാക്കും. മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടുത്തെ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കപ്പെടാൻ സർക്കിൾ ഇൻസ്പെക്ടറും DVSPയുടെ നേതൃത്വത്തിലുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി നമ്മുടെ ഓവർ ബ്രിഡ്ജിന് താഴെയുള്ള വെള്ളക്കെട്ടും അവിടുത്തെ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കാൻ ഇന്ന് നമ്മൾ എടുത്ത തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാണ്. കൂടാതെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വലിയൊരു തീരുമാനം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലപ്പാട് നമുക്കൊരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തിയാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. നാട്ടിക സെന്ററിലും വലപ്പാട് ഹൈസ്കൂളിന് പുറകിലും 2 ഫുട് ഓവർ ബ്രിഡ്ജിന് നാഷണൽ ഹൈവേയുടെ അനുമതിയായിട്ടുണ്ട്. അതിന്റെ വർക്ക് സ്ഥലം അക്വയർ ചെയ്യുന്നതിന്റെ പുറകെ ആരംഭിക്കുന്നു.